जय बोल सद्गुरुनाथ महाराज की जय. സ്വയംഭൂമനുവിൻ്റെ പുത്രിമാരുടെ കഥ പറഞ്ഞു കഴിഞ്ഞു. ഈ പുത്രന്മാരുടെ കഥയാണ്. സ്വയംഭൂമനുവിന് 2 പുത്രന്മാർ, പ്രിയവ്രതൻ, ഉത്താനപാദൻ. അതിൽ ഉത്താനപാദൻ്റെ കഥയാണ് ഇവിടെ ആദ്യം തുടങ്ങുന്നത്. കാരണം ധ്രുവചരിത്രം പറയണം എന്നാണ് സുഖണക്ക് താത്പര്യം. ജായേ ഉത്താനപാദസ്യ സുനീതിസ്സുരുചിസ്തയോഃ സുരുചിപ്രേയസീ പത്യുഃ നേഥരായത്സുതോ ധ്രുവഃ. ജായേ ഉത്താനപാദസ്യ. ഉത്താനപാദ മഹാരാജാവിന് 2 ഭാര്യമാർ, സുനീതി, സുരുചി എന്നാണ് പേര്. സുനീതി പറഞ്ഞാൽ നീതി പുലർത്തുന്നവർ, സുരുചി പറഞ്ഞാൽ നീതി നോക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം വർത്തിക്കുന്നവർ. ഉത്താനപാദൻ പറഞ്ഞാൽ ഓരോ ജീവന്മാർ തന്നെയാണ്. നമ്മൾ കുത്ത് പറഞ്ഞാൽ മേലെ എന്നാണ് അർത്ഥം. മേലെ കാലും തല താഴെ ഇരിക്കുന്ന ആളാണ് ഉത്താനപാദൻ. നമ്മളെല്ലാവരും അങ്ങനെയല്ലേ ജനിച്ചു. അപ്പോൾ ഓരോ ജീവനും ഉത്താനപാദന്മാരാണ്. ഓരോ ജീവനത്തിന് 2 വിധമായ ബുദ്ധി. നീതി വഴിയിൽ പോകുന്ന ബുദ്ധിയാണ് സുനീതി. നീതി നോക്കാത്ത രുചിപ്രകാരം പോകുന്ന ബുദ്ധിയാണ് സുരുചി. രുചിപ്രകാരം പോകുമ്പോൾ കിട്ടുന്ന സുഖം ഉത്തമം വിചാരിക്കും. അതുകൊണ്ടാണ് സുരുചി മഹനക്ക് ഉത്തമൻ എന്ന പേരും. പക്ഷേ നീതി വഴിയിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന സുഖമാണ് ധ്രുവമായിട്ടിരിക്കുള്ളൂ, ശാശ്വതമായിരിക്കുള്ളൂ. അതുകൊണ്ടാണ് സുനീതി മഹൻ്റെ പേര് ധ്രുവൻ എന്നിവിടെ പേര് പറയുന്നു. ഒരു ദിവസം ഈ ധ്രുവൻ തൻ്റെ അനുജനെ വിളിക്കാൻ വേണ്ടി കൊട്ടാരത്തിൽ ചെല്ലുന്നു. അവിടെ അനുജൻ അച്ഛൻ്റെ മടിത്തട്ടിലിരിക്കുന്നത് കണ്ടു. ഏകദാ സുരുചേ പുത്രം അങ്കമാരോപ്യ ലാലയന് ഉത്തമം നാരുരുക്ഷന്തം ധ്രുവം രാജാഭ്യനന്ദത്തെ. 2 കുട്ടികളിരിക്കുമ്പോൾ ഒരു കുട്ടികളെ മടിയിൽ വെച്ചാൽ പിന്നെ 2ാമത്തെ കുട്ടി ചെയ്യും ഞാനും എന്ന് പറഞ്ഞ് കയറും. അതുപോലെ ധ്രുവനും അച്ഛൻ്റെ മടിത്തട്ടിൽ കയറാൻ വരുന്ന സമയത്താണ് സുരുചി എന്ന് പറഞ്ഞു, നവത്സപതേധിഷ്ണ്യം ഭവാനാരൂഢ മൃഗതി നഗൃഹീതോ മയായത്വം കുക്ഷാപി നൃപാത്മജ. ആദ്യം വത്സ വിളിച്ചു. പിന്നെ ധ്രുവൻ്റെ തേജസ് കണ്ടപ്പോൾ ഭവാൻ, നിന്നെപ്പോലെ വലിയ ആൾക്കാർ ഈ ഉത്താനപാദനോടിയിൽ കയറേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ മടുത്തത്തിൽ കയറേണ്ട ആളാണ്. ഭവാൻ ആരോട് മരുഗതി. ഈ ഉത്താനപാദൻ്റെ മടിയിൽ കയറണമെങ്കിൽ എൻ്റെ വീട്ടിൽ ജനിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അതിനെന്ത് ചെയ്യണം? തപസാരാധ്യ പുരുഷം. ആദ്യം തപസ് ചെയ്ത് ഭഗവാനെ പ്രാർത്ഥിക്കണം. ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് സുരുചി അമ്മ വയറ്റിൽ ജനിക്കണം പ്രാർത്ഥിച്ച് എൻ്റെ വയറ്റിൽ ജനിച്ചാൽ മാത്രമേ ഉത്താനപാദൻ്റെ മടിത്തട്ടിൽ കയറാൻ പാടുള്ളൂ. ഇത് പറഞ്ഞപ്പോൾ ധ്രുവനെ കൊണ്ട് മനസ്സിലായിട്ടില്ലേ. അമ്മ എന്തോ സഹകാരിക്കുന്നു, എന്തോ ചീത്ത പറയുന്നു, അത്രയും മനസ്സിലായിട്ടുള്ളൂ. കരഞ്ഞുകൊണ്ട് സ്വന്തം അമ്മയുടെ അടുത്തൊന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്തു, മാ അമംഗളം താതപരേഷു മംസ്താഹ ജനോ ഭുങ്ക്തേ ജനോ യത്പര ദുഃഖദസ്തത്. നമുക്ക് ഒരു ദുഃഖം വരുന്നത് കാരണം നമ്മൾ ചെയ്തു വെച്ച പുണ്യപാപങ്ങളാണ്. സുഖം കിട്ടിയാൽ എന്താ കാരണം? പൂർവ്വജന്മത്തിൽ ചെയ്ത പുണ്യം. ദുഃഖം വരാൻ കാരണം നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്ത പാപമാണ്. സുഖസ്യ ദുഃഖസ്യ നകോപി ദാത പരോദാതീതി കുബുദ്ധിരേഷ എന്നാണ് അധ്യാത്മരാമായണത്തിൽ പറയുന്നത്. നന്മയും തിന്മയും പിറർതര വാര. തമിഴ്. നന്മയും തീമയും. നമുക്ക് നന്മ വന്നാലും തിന്മ വന്നാലും അത് വേറെ ആൾ കൊടുക്കാറില്ലേ. നമ്മൾ വിചാരിക്കും അടുത്ത വീട്ടുകാരൻ നമ്മളെ സഹായിക്കുന്നു, മുമ്പത്തെ വീട്ടുകാരൻ നമ്മളെ ദോഹിക്കുന്നു വിചാരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്ത പുണ്യമാണ് അടുത്ത വീട്ടുകാരനായി സഹായിക്കുന്നു. നമ്മൾ ചെയ്ത പാപമാണ് മുമ്പത്തെ വീട്ടുകാരനായിട്ട് നമ്മളെ ദോഹിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്ത പുണ്യപാപമാണ് നമ്മുടെ സുഖദുഃഖത്തിന് കാരണം. മഹാഭാരതത്തിൽ ഇതിനൊരു കഥ ഉണ്ട്. ഒരു അമ്മ ചെറിയ പ്രായത്തിൽ വിധവയായി പോയി. അപ്പോൾ ചെറിയ തൻ്റെ മുന്നിയോട് ഗംഗാതീരത്തിൽ ഒരു കുടിൽ വെച്ച് താമസിച്ചിരിക്കുന്നു. ഈ അമ്മ കുളിക്കാൻ പോയ സമയത്ത് ഒരു പാമ്പ് ആ കുട്ടിയെ കടിച്ചു. അമ്മ വന്ന് നോക്കുമ്പോൾ കുട്ടി മരിച്ചു കിടന്നപ്പോൾ കരഞ്ഞു. കരയുന്ന സമയത്താണ് എനിക്കൊരു
സഹായത്തിന് ഒരു കുട്ടി ഉണ്ടായിരുന്നു, അതും പോയല്ലോ. കരയുമ്പോൾ ഒരു വേടൻ അവിടെ വന്നു ആ പാമ്പിനെ പിടിച്ചു. അമ്മയോട് പറഞ്ഞു, അമ്മേ, എൻ്റെ കുട്ടിയെ കടിച്ച പാമ്പ് ഇത് തന്നെയാണ്, ഇതിപ്പോൾ ഞാൻ വെട്ടിക്കൊള്ളാം. അപ്പോഴാണ് ആ പാമ്പ് സംസാരിക്കാൻ തുടങ്ങി. വേട, എൻ്റെ പേരിൽ കുറ്റമില്ല, എന്നെ പ്രേരിപ്പിച്ച ഒരാളുണ്ട്, മൃത്യു. ആ മൃത്യു പ്രേരണ ചെയ്തിട്ടാണ് ഞാൻ ഓരോരാളിങ്ങനെ കടിക്കാൻ പോകുന്നു. അപ്പോൾ വേടൻ പറഞ്ഞു, അപ്പോൾ രണ്ടുപേരെയും ഒന്ന് തള്ളണം, നിന്നെയും ദണ്ഡിക്കണം, നിന്നെ പ്രേരണ ചെയ്ത മൃത്യുവിനെയും കൂടി ദണ്ഡിക്കണം. ഇത് പറഞ്ഞപ്പോൾ അവിടെ മൃത്യു വന്നു. എൻ്റെ പേരിൽ ദോഷമില്ലേ, എനിക്ക് മുകളിൽ ഒരാളുടെ യമൻ പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ ആളെ ഇങ്ങനെ പറഞ്ഞു വിടുന്നത്. അപ്പോൾ പറഞ്ഞു, നിന്നെയും അതേപോലെ ഈ മൃത്യുവിനെയും ആ യമനെയും കൂടി ശിക്ഷിക്കണം പറഞ്ഞപ്പോഴാണ് യമൻ അവിടെ വന്നു. എൻ്റെ പേരിൽ ദോഷമില്ലേ, എനിക്ക് മുകളിൽ ഒരാളുണ്ട് കാളൻ, അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ഒരാളിങ്ങനെ പറഞ്ഞു വിടുന്നത്. ഇത് പറഞ്ഞപ്പോൾ കാളനും കൂടി അവിടെ വന്നു, എൻ്റെ പേരിൽ ദോഷമില്ലേ. വേടൻ പറഞ്ഞു, ഈ പാമ്പിനെയും ഈ ഒറ്റയ്ക്കിരിക്കുന്ന അമ്മ ഒരു ചെറിയ കുഞ്ഞ് എന്ത് പാപം ചെയ്തു? അപ്പോൾ ഈ ഉണ്ണിയെ കട്ടിച്ച ഈ പാമ്പിനെയും മൃത്യുവിനെയും യമനെയും കാളനെയും കൂടി ശിക്ഷിക്കണം പറഞ്ഞപ്പോഴാണ് കാളൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഓരോരാളെ ശിക്ഷിക്കാൻ പുറപ്പെടാറില്ല. പൂർവ്വജന്മത്തിൽ ഈ അമ്മ ചെയ്ത പാപവും പൂർവ്വജന്മത്തിൽ ഈ കുട്ടി ചെയ്ത പാപവുമാണ് അതിൻ്റെ കാരണം, അവരുടെ കർമ്മങ്ങളാണ് കാരണം എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ പറഞ്ഞ് ശരി പറഞ്ഞ് വിട്ടു. അപ്പോൾ നമ്മുടെ പാപം കൊണ്ടല്ലേ ദുഃഖം വരേണ്ടത്. ഇപ്പോൾ ദുഃഖം കുറയ്ക്കാൻ എന്ത് ചെയ്യണം? പുണ്യം കൂടുതൽ ചെയ്യണം. പാപമാവണോ വര ഇരിക്കുമ്പോൾ അത് ചെറുതാക്കാൻ ചെയ്യണം, പുണ്യമായ വലിയ വര അടുത്ത് വരച്ചാൽ മതി. അതുകൊണ്ട് നമ്മൾ ഭഗവാനെ കുറിച്ച് തപസ് ചെയ്യണം. ധ്രുവനോട് പറഞ്ഞു, നീ ഭഗവാനെ കുറിച്ച് തപസ് ചെയ്യും. നിൻ്റെ മുത്തശ്ശൻ മനുവും പിന്നെ മനുവിൻ്റെ അച്ഛനായ തഥാ മനുർവോ ഭഗവാൻ പിതാമഹോ യമേകമത്യാ പുരുദക്ഷിണേർമുഖൈഃ ഇഷ്ട്വാഭിപേദേ ദുരവാപമന്യതഃ ഭൗമം സുഖം ദിവ്യമഥ ആപവർഗ്യം. അതേപോലെ ബ്രഹ്മാവ് ഇവർക്ക് തപസ് ചെയ്ത് ഭഗവാനെ തപസ് ചെയ്തിട്ടാണ് അവർ നല്ല ഗതി പ്രാപിച്ചു. നമുക്ക് നല്ല ഉത്തമ സ്ഥാനം കിട്ടണമെങ്കിൽ ഭഗവാനെ ഭജിക്കണം. അച്ഛൻ ചെയ്തതുപോലെ ചെയ്യൂ പറഞ്ഞിട്ടില്ലേ, മുത്തശ്ശൻ ചെയ്തതുപോലെ ചെയ്യൂ. എന്താ കാരണം, ഈ ധ്രുവൻ്റെ അച്ഛൻ ഒരു പൂജ ഒന്ന് ചെയ്തിട്ടേ ഇല്ലേ. ധ്രുവൻ ചെയ്യുന്ന പൂജ ഇപ്പോൾ സൂര്യ പൂജയെ ചെയ്യുള്ളൂ, ഭഗവാന്റെ പൂജ ചെയ്തിട്ടില്ലേ. അതുകൊണ്ടാണ് തഥാ മനുർവോ ഭഗവാൻ പിതാമഹ, പിതാവ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ പിതാമഹനായ മനു ചെയ്തതുപോലെ ചെയ്തോളൂ പറഞ്ഞപ്പോൾ ശരി പറഞ്ഞ് ധ്രുവൻ പുറപ്പെട്ടു. ധ്രുവൻ പുറപ്പെട്ട സമയത്താണ് ധ്രുവൻ പോകുന്ന വഴിയിൽ നാരദൻ നാമം ജപിച്ചു വരുന്നു. ജയ ജയ ഗോവിന്ദ ജയ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ 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 ഗോവിന്ദ ജയ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ഹരി ഗോവിന്ദ രാധേ ഗോപാല രാധേ ഗോവിന്ദ രാധേ ഗോപാല ഗോവിന്ദ രാധേ ഗോപാല രാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ ഗോപാല രാധേ ഗോവിന്ദ ഗോവിന്ദ രാധേ ഗോപാല രാധേ ഗോവിന്ദ രാധേ ഗോപാല രാധേ ജയ ജയ ഗോവിന്ദ ജയ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ഹരി ഗോവിന്ദ ജയ 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 ഹരി ഗോവിന്ദ. നാമം ജപിച്ച് നാരദൻ വന്നു. ആദ്യം ധ്രുവൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. മഹാത്മാക്കൾ 4 തരം ദീക്ഷകളുണ്ട്: സ്പർശദീക്ഷ, നയനദീക്ഷ, മന്ത്രദീക്ഷ, സ്മരണദീക്ഷ. ഈ ഒരു ദീക്ഷ കിട്ടിയാൽ തന്നെ ഭാഗ്യം. ഇവിടെ 4 ദീക്ഷയും കിട്ടി. ആദ്യം നയനദീക്ഷ, ഗുരുനാഥൻ നോക്കിയാൽ മതി, ഗുരു കടാക്ഷം. അത് കടാക്ഷമായിട്ട് നോക്കിയാൽ വലുതാണ്. അങ്ങനെ ആദ്യം ഗുരുനാഥൻ്റെ കടാക്ഷം കിട്ടി, ശിരസിൽ കൈവച്ചു. സ്പർശദീക്ഷ. നയനദീക്ഷ പറഞ്ഞാൽ സ്വാപത്യാണി യഥാ മത്സ്യ
വീക്ഷണേനൈവ പോഷയേത്തി. മത്സ്യക്കുഞ്ഞുകൾ വിശന്ന് വരുമ്പോൾ അമ്മ നോക്കിയാൽ മതി, കുഞ്ഞുങ്ങളെ വിശപ്പ് മാറും. സ്പർശദീക്ഷ യഥാ പക്ഷി സ്വപക്ഷാഭ്യാം ശിശുൻ സംവർദ്ധയൻ സ്നേഹി. എങ്ങനെയാണ് കോഴി അടകാത്ത് പക്ഷികൾ അടകാത്ത് കുട്ടികളെ വളർത്തുന്നുവോ അതുപോലെ ഗുരുനാഥൻ്റെ സ്പർശം. പണ്ട് ഒരു കുട്ടി ഉണ്ടായിരുന്നു, നരേന്ദ്രൻ്റെ പേരുള്ള കുട്ടി. ദൈവം ഇല്ല, അവതാരം ഇല്ല, ഇങ്ങനെ പറഞ്ഞ് നടന്നു. ആ കുട്ടി രാമകൃഷ്ണ പരമഹംസൻ്റെ അടുത്തൊന്ന് ചോദിച്ചു, ദൈവത്തെ കണ്ടിട്ടുണ്ടോ? നന്നായിട്ട് കണ്ടിട്ടുണ്ട്. നിന്നെ കാണുന്നപ്പോൾ കൂടുതൽ അടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നരേന്ദ്രൻ ചോദിച്ചു, എനിക്ക് കാണിച്ചു തരാവല്ലോ പറഞ്ഞ് രാമകൃഷ്ണ പരമഹംസൻ ഒരു സ്പർശദീക്ഷ കൊടുത്തു. പിന്നെ എന്തായി? വിവേകാനന്ദ സ്വാമികളായി മാറി. അവതാരം ഇല്ലേ പറഞ്ഞ് നടന്ന കുട്ടിയാണ്. പിന്നെ പറഞ്ഞു, അവതാര വരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ സ്ഥാപകായ ച ധർമ്മസ്യ. ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടി വന്ന അവതാരങ്ങൾ ഏറ്റവും വലിയ അവതാരം എൻ്റെ ഗുരുനാഥൻ തന്നെയാണ്. അവതാര വരിഷ്ഠൻ എന്ന് തൻ്റെ ഗുരുനാഥനെ കുറിച്ച് പറയുന്നു ആ നരേന്ദ്രൻ. പിന്നെ വിവേകാനന്ദ സ്വാമികളായി മാറി. അതിന് കാരണം മഹാത്മാവിൻ്റെ സ്പർശമാണ്. പണ്ട് വന്ന ആ നരേന്ദ്രൻ വിദേശത്തിൽ പോയി നമ്മുടെ ഭാരതത്തെ ജന്മം എടുത്ത് പറഞ്ഞു. ആ നരേന്ദ്രനെ ഇപ്പോൾ വീണ്ടും നരേന്ദ്ര മോദിയായി വന്നിട്ടുണ്ട്. വീണ്ടും നമ്മുടെ ഭാരതദേശത്തിൻ്റെ മഹിമ വിദേശത്തിലും എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ സ്പർശദീക്ഷ, പിന്നെ മന്ത്രദീക്ഷ എല്ലാ ഗുരുനാഥന്മാരും കൊടുക്കാറുണ്ട്. പിന്നെ സ്മരണദീക്ഷ. സാധാരണ നമ്മൾ ഗുരുനാഥന്മാരെ സ്മരിക്കാറുണ്ട്. ഗുരുനാഥൻ നമ്മളെ സ്മരിച്ചാൽ വലിയ ഭാഗ്യം. സാധാരണ സമയത്ത് സ്മരിക്കുന്നതിനേക്കാൾ പൂജ ചെയ്യുന്ന സമയത്തിലോ ധ്യാനിക്കുന്ന സമയത്ത് സ്മരിച്ചാൽ വലിയ ഭാഗ്യം. അതും കൂടി നാളെ ചെയ്യാൻ പോകുന്നു. അങ്ങനെ സ്പർശദീക്ഷ കൊടുത്തു, ദ്വാദശാക്ഷരി മന്ത്രം ഉപദേശം കൊടുത്തു. പിന്നെ ചില ഉപദേശങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നു. ഇവിടെ ഗുണാധികാൻ മുദം ലിപ്സേത് അനുക്രോശം ഗുണാധമാത് മൈത്രീം സമാനാദം വിച്ഛേത് നതാപൈരവിഭൂയത്തെ. നമ്മൾക്കാൾ വലിയ ആളെ കാണുമ്പോൾ സന്തോഷിക്കണം. ഗുണാധികാൻ മുദം ലിപ്സേത്. നമ്മളെപ്പോൾ ചെറിയ ആളെ കാണുമ്പോൾ അവർക്ക് ഒരു അനുക്രോശം, അവരുടെ ഒരു പ്രേമം തോന്നണം. അല്ലെങ്കിൽ അനുക്രോശം, അവരുടെ ഒരു സ്നേഹം തോന്നണം. മൈത്രിയും സമാന, നമ്മളെപ്പോലെ ഉള്ളവരോട് ഒരു ഫ്രണ്ട്ഷിപ്പും ഉണ്ടാവണം. അങ്ങനെ ആയാൽ അവർ ഈ ലോകത്തിൽ സങ്കടപ്പെടാറില്ല. ഒക്കെ ഉപദേശം കൊടുത്തിട്ടും ധ്രുവൻ പറഞ്ഞു, നിങ്ങൾ ചെയ്ത ഉപദേശമൊക്കെ എന്നെ കൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല, എനിക്ക് വലിയ സ്ഥാനമാണ് കിട്ടണം, അതിനൊരു വഴി പറയുമോ? ശരി പറഞ്ഞ് അദ്ദേഹം ദ്വാദശാക്ഷരി മന്ത്രം ഉപദേശം കൊടുത്തു. എങ്ങനെ ഭഗവാനെ ധ്യാനിക്കണം ആ രൂപം കൂടി വർണ്ണിച്ചു. പ്രസാദാഭിമുഖം ശശ്വത് പ്രസന്നവദനേക്ഷണം സുനാസം സുഭ്രുവം ചാരുകപോലം സുരസുന്ദരം. ഭഗവാന്റെ ദിവ്യരൂപം വർണ്ണിച്ചു കൊടുത്തു. അതേപോലെ ആ പുണ്യ ധ്യാനിച്ച് വൃന്ദാവനത്തിലേക്ക് പറഞ്ഞു വിട്ടു. വൃന്ദാവനത്തിൽ ഇപ്പോഴും ധ്രുവൻ തപസ് ചെയ്ത സ്ഥലമുണ്ട്, ധ്രുവഘാട്ട് എന്നാണ് അതിൻ്റെ പേര്. അവിടെ ചെന്ന് തപസ് ചെയ്യുന്നു. ആദ്യത്തെ മാസം 3 ദിവസം കഴിയുമ്പോൾ കണ്ണു തുറക്കും. വിശക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ബദരപ്പഴം, ഇളന്തപ്പഴം, കപിത്തപ്പഴം കഴിച്ചുകൊണ്ട് തപസ് ചെയ്യുന്നു. ത്രിരാത്രാന്തേ കപിത്തബദരാസന ആത്മവൃത്യനുസാരേന മാസം നിന്യേർച്ചയൻ ഹരിം. 2ാമത്തെ മാസമായപ്പോൾ 6 ദിവസം കഴിയുമ്പോൾ ഇലകള മാത്രം കഴിച്ചുകൊണ്ട് തപസ് ചെയ്യുന്നു. 3ാമത്തെ മാസം 9 ദിവസം കഴിയുമ്പോൾ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് തപസ് ചെയ്യുന്നു. 4ാമത്തെ മാസം കാറ്റ് മറ്റും സ്വീകരിച്ചുകൊണ്ട് കുംഭക പ്രാണായാമം ചെയ്ത് അങ്ങനെ തപസ് ചെയ്യുന്നു. 5ാമത്തെ മാസം അത് ഉപേക്ഷിച്ചു. തസ്ഥൗസ്ഥാവിലിവ അചലഹ, ഒരു കട്ടയെ നിർത്തി വെച്ചതുപോലെ തപസ് ചെയ്യുന്നു ധ്രുവൻ. ധ്രുവൻ്റെ അച്ഛൻ അവിടെ വിഷമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നാരദൻ അവിടെ വന്നു. എൻ്റെ മകനെ കാണാനില്ലേ, എവിടെ പോയോ സംശയം. അപ്പോൾ നാരദൻ പറഞ്ഞു, നിൻ്റെ മകനെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, സ്വയം വന്നോളും. സമാധാനം ചെയ്തു നാരദൻ. ധ്രുവൻ്റെ തപസ് കൊണ്ട് ബുദ്ധിമുട്ടിയ ദേവന്മാർക്ക് നേരെ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ വേഗം ധ്രുവനക്ക് ദർശനം കൊടുക്കണം.
അവനോട് ഭഗവാൻ പറഞ്ഞു, ധ്രുവനക്ക് ദർശനം കൊടുക്കാൻ പോകുന്നില്ലേ, ധ്രുവനെ ദർശനം ചെയ്യാൻ വേണ്ടി പോകുന്നു. മധുർവണം ഭൃത്യദിദൃക്ഷയാഗത. ധ്രുവനെ കാണാൻ വേണ്ടി 1000 തലയോട് പുറപ്പെട്ടു ഭഗവാൻ. സഹസ്രശീർഷാപി തതോ ഗരുത്മത. പിന്നെ വിചാരിച്ചു 1000 തലയോട് ചെന്നാൽ ധ്രുവൻ ചിലപ്പോൾ പേടിക്കും. അപ്പോൾ ധ്രുവൻ എങ്ങനെ ധ്യാനിക്കുന്നു നോക്കി അതേ രൂപം സ്വീകരിച്ച് ഭഗവാൻ ധ്രുവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ നേരിട്ട് വിളിച്ചിട്ടും ധ്രുവൻ കണ്ടു തുറക്കണില്ലേ. ഉള്ളിൽ ഭഗവാന്റെ രൂപം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. ഉള്ളിൽ കാണുന്ന ആ രൂപം ഒന്ന് ഭഗവാൻ മാറ്റി. അത് മാഞ്ഞപ്പോഴാണ് പെട്ടെന്ന് കണ്ണു തുറന്നു. ഉള്ളിൽ കണ്ട അതേ ഭഗവാൻ മുമ്പിൽ ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് ഭഗവാന് ആളിനെ ചെയ്യാൻ വേണ്ടി, ചുംബിക്കാൻ വേണ്ടി ഓടി വരുന്നു. ചുംബന്നിവാസ്യേന ഭുജൈരിവാശ്ലിഷണ്. ഒരു അച്ഛനെ പോലെ തോന്നി. അതുകൊണ്ടാണ് ആളിനം ചെയ്യാൻ വേണ്ടി ഓടി വരുന്നു. ധ്രുവൻ വരുന്നത് കണ്ടപ്പോൾ ഭഗവാനുക്കും ധ്രുവനെ സ്പർശിക്കാൻ തോന്നി. സാധാരണ വലത്തെ കൈയിൽ ചക്രമും ഇടത്തെ കൈയിൽ ശംഖും വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ മാറ്റി കൊണ്ടുവന്നു. വലത്തെ കൈയിൽ ശംഖും ഇടത്തെ കൈയിൽ ചക്രം. എന്താ കാരണം? ചക്രം മോക്ഷപ്രദം, ശംഖ് ജ്ഞാനപ്രദം. ധ്രുവനക്ക് ജ്ഞാനം കൊടുക്കാൻ വേണ്ടി ശംഖവുമായി ഭഗവാൻ പുറപ്പെട്ടു വന്നു. അങ്ങനെ പുറപ്പെട്ടപ്പോഴാണ് മഹാലക്ഷ്മി ദേവി ചോദിച്ചു, എവിടേക്കാണ്? ധ്രുവനെ കാണാൻ പോകുന്നു. കുട്ടി 6 മാസമായിട്ട് മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ലേ, കുട്ടികളെ കാണുമ്പോൾ വെറുതെ പോകരുത് എന്ന് പറഞ്ഞ് മഹാലക്ഷ്മി പാലാഴിയിൽ നിന്നും ഒരു ശംഖ് പാല് എടുത്തു കൊടുത്തു. ഇത് കൊണ്ട് കൊടുത്തോളൂ. ആ പാലാഴിയിൽ നിന്നും ഭഗവാൻ മഹാലക്ഷ്മി കൊടുത്ത ജ്ഞാനപ്പാലും ഭഗവാൻ കയ്യിൽ പിടിച്ച്, കുട്ടികൾക്ക് പാല് കൊടുക്കുമ്പോൾ കവലിൽ വെച്ച് കൊടുക്കാറുണ്ടല്ലോ, ശംഖ് വെച്ചാണ് പണ്ട് കൊടുക്കാറുണ്ട്. പണ്ട് ശംഖിൽ വെച്ച് കൊടുത്തിരുന്നു അതുകൊണ്ടാണ് പണ്ടത്തെ കുട്ടിയിൽ കുറച്ച് ജ്ഞാനം ഉണ്ടായിരുന്നു. പിന്നെ ശംഖ് ഇല്ലാതായി. ശംഖ് പോലെ ഒരു പാത്രം ഉണ്ടായിരുന്നു, ഇപ്പോൾ അതും ഇല്ലാതായി. ഇപ്പോൾ കുപ്പിയാണ് കൊടുക്കുന്നത്. കുപ്പി പാല് കൊടുത്താൽ എന്താകും? വലുതായ ശേഷം വലിയ കുപ്പി മേടിക്കാൻ പോകും. അപ്പോൾ ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ ഈ കുപ്പിയുടെ പരിപാടി എടുത്തിട്ട് പഴയ കാലം പോലെ ശംഖിൽ പാല് കൊടുത്താൽ നല്ലതാണ്. അതാണ് ഭഗവാൻ ഇവിടെ കാണിച്ചു തരുന്നത്. അങ്ങനെ ഭഗവാൻ യശ്ചകാരതു സർവജ്ഞം ശംഖസ്പർശേന ബാലകം സജീവ കരുണാസിന്ധു വാസുദേവോ ഗുരുർമമ. അങ്ങനെ ഭഗവാൻ തൻ്റെ ജ്ഞാനപ്രദമായ ജ്ഞാനപ്പാലം കൊടുത്തു. ആ ഭഗവാൻ കൊടുത്ത ജ്ഞാനപ്പാലം കുറിച്ച് ധ്രുവൻ 12 ശ്ലോകങ്ങൾ കൊണ്ട് സ്തുതിക്കുന്നു. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. യോന്തപ്രവിശ്യ, അന്തര്യാമിയായ ഭഗവാന്റെ കാരുണ്യമാണ് അവിടെ എടുത്തു പറയുന്നത്. നമ്മൾ വിചാരിക്കും ഞാൻ കഥ പറയുന്നു, ഞാൻ കഥ കേൾക്കുന്നു, ഞാൻ പൂജ ചെയ്യുന്നു, ഞാൻ പാരായണം ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കഥ പറയുന്നത് ആരാണ്? കഥ കേൾക്കുന്നത് ആരാണ്? എൻ്റെ ഉള്ളിൽ നിന്നും കഥ പറയിപ്പിക്കുന്നതും ഭഗവാനാണ്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ കഥ കേൾപ്പിക്കുന്നത് ഭഗവാനാണ്. അതെപ്പോൾ മനസ്സിലാവും? ഉള്ളിലിരിക്കുന്ന അന്തര്യാമിയ ഭഗവാൻ ഇറങ്ങി പുറപ്പെട്ടാൽ മതി. പിന്നെ 4 ആളുകൾ വരും. 2 ആൾ കാല് പിടിക്കും, 2 ആൾ കൈ പിടിക്കും, ആംബുലൻസിൽ കയറ്റും. അപ്പോൾ മനസ്സിലാവും പറഞ്ഞത് ആരാണ്, കേട്ടത് ആരാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നതും നിങ്ങളെ കൊണ്ട് കേൾപ്പിക്കുന്നതും ആ അന്തര്യാമിയായ ഭഗവാനാണ്. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വദാന. ഇപ്പോൾ ചെവി കേൾക്കുന്നതും കണ്ണ് നോക്കുന്നതും ഇതൊക്കെ അന്തര്യാമിയായ ഭഗവാന്റെ കാരുണ്യമാണ്. നാസ്തികന്മാർ ചോദിക്കും, ഭഗവാൻ എനിക്ക് എന്ത് കൊടുത്തു? എനിക്ക് ഒന്നും ചെയ്തിട്ടില്ലല്ലോ പറയും. ഭഗവാൻ എത്ര കൊടുത്തിട്ടുണ്ട് നമ്മൾ ആലോചിക്കാറില്ലേ? എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഓക്സിജൻ കൊടുക്കുന്നുണ്ട് ഭഗവാൻ, പൈസ ചോദിക്കാറില്ല. പിന്നെ സൂര്യനായിട്ട് വെളിച്ചം കൊടുക്കുന്നുണ്ട്. സൂര്യ ഭഗവാൻ കറണ്ട് ബില്ല് അടയ്ക്കണം എന്ന് പറഞ്ഞാൽ എന്താവും? നമുക്ക് അടയ്ക്കാൻ പറ്റില്ല. സൂര്യനും ചന്ദ്രനും കറണ്ട് ബില്ല് ചോദിക്കാറില്ലേ? എത്രയാണ് ഭഗവാൻ ചെയ്തിരിക്കുന്നത്? ഇത്ര ഉപകാരം ഓരോരാൾക്കും ഭഗവാൻ 2 കിഡ്നി ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കിഡ്നി വില എത്രയാണ് ഭഗവാൻ ചോദിച്ചിട്ടേ ഇല്ലേ. പിന്നെ ഞാൻ ഒരു പല്ല് മാറ്റാൻ പോയപ്പോൾ ഇതിന് പല്ലിന് മാറ്റേണ്ട ഒരു 5000 10,000 വേണ്ടി വരും പറയും. നമുക്ക് 32 പല്ല് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല പല്ല്. പിന്നെ ഭഗവാൻ ഓരോരെണ്ണം എത്രയാണ് കൊടുത്തിട്ടുള്ളൂ. അതിന് ഒരു നന്ദി പ്രകടനം വേണ്ടി നമ്മൾ പൂജ ചെയ്താൽ മതി. എത്രയാണ് ഭഗവാൻ അനുഗ്രഹം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഭഗവാനെ നിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പറയുന്ന സജ്ജനങ്ങളുടെ ഒരു കൂട്ടായ്മ വരും.
ഭക്തിം മുഹുപ്രവഹതാം ത്വയി മേ പ്രസംഗകാ ഭൂയാദനന്ദമഹതാമമലാശയാനാം ഏനാഞ്ച സ്വൽപടമുരുവ്യസനം ഭവാബ്ധിം നേഷ്യേ ഭവദ്ഗുണകഥാമൃതപാണമത്തഃ. ഈ സംസാരത്തിൽ ഇരുന്നാലും ഭഗവാന്റെ കഥ കേട്ടിരുന്നാൽ ഈ കഥ അമൃതപാണമത്തഃ. ഇത് അമൃതപാണമത്തനായിരിക്കുമ്പോൾ സംസാര ദുഃഖം നമ്മളെ പിടിക്കാറില്ല. ചില ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്യുന്നവർ ചെയ്യും ആദ്യം ഒന്ന് കുടിച്ചിട്ടേ പോകുള്ളൂ. എന്താ കാരണം? അവർക്ക് ആ ക്ഷീണം അറിയാതിരിക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഈ സംസാരത്തിൻ്റെ ദുഃഖം നമുക്ക് മറക്കണമെങ്കിൽ ഇടയ്ക്ക് നമ്മളും കുടിക്കണം. എന്താ? കഥാമൃതപാണമത്തഃ. ഈ ഭഗവാന്റെ കഥകൾ കേട്ടിരുന്നാൽ മതി, പിന്നെ ഈ സംസാര ദുഃഖം നമ്മളെ ബാധിക്കില്ലേ. എനിക്ക് എപ്പോഴും സത്സംഗം തരണേ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ ആയുസ്, ആരോഗ്യം, പിന്നെ കുട്ടികൾ എല്ലാം ഭഗവാൻ അനുഗ്രഹിച്ചു. ഭഗവാൻ പുറപ്പെട്ട ശേഷം കരഞ്ഞുകൊണ്ടാണ് ധ്രുവൻ വരുന്നു. ഭഗവാൻ കൊടുത്ത സാധനം മേടിച്ചു ഭഗവാൻ ഉപേക്ഷിച്ചല്ലോ എന്ന് വിചാരിച്ച് വരുമ്പോഴാണ് ധ്രുവൻ വന്നപ്പോൾ രാജാവ് എന്ത് ചെയ്തു? ഉത്താനപാദം ധ്രുവനെ രാജാവാക്കി അദ്ദേഹം കാട്ടിൽ പോയി തപസ്സിട്ട് ഭഗവാനെ പ്രാപിച്ചു. ധ്രുവൻ്റെ അനുജൻ ഉത്തമൻ കാട്ടിൽ ചെന്നപ്പോൾ യക്ഷന്മാരുടെ യുദ്ധം ചെയ്ത് മരിച്ചു. അവിടെ അന്വേഷിച്ച് പുറപ്പെട്ട സുരുചി കാട്ടുതീയിൽപ്പെട്ട് മരിച്ചു. ഇതാ കാരണം ഭക്തന്മാരെ ഉപദ്രവിച്ചാൽ നല്ല മരണം പോലും കിട്ടില്ല. അങ്ങനെ കാട്ടുതീയിൽപ്പെട്ട് മരിക്കേണ്ടി വന്നു സുരുചിക്ക്. തൻ്റെ അനുജനെ യക്ഷന്മാർ വധിച്ചു കേട്ടപ്പോൾ യക്ഷന്മാരുടെ യുദ്ധത്തിന് പോയി ധ്രുവൻ. അപ്പോൾ യക്ഷന്മാർക്ക് മായാപ്രയോഗം ചെയ്യുമ്പോൾ യക്ഷന്മാരെ നശിപ്പിക്കാൻ വേണ്ടി നാരായണാസ്ത്ര പ്രയോഗം ചെയ്യാൻ പറഞ്ഞു ഋഷീശ്വരന്മാർ. അങ്ങനെ നാരായണാസ്ത്രം പ്രയോഗിക്കാൻ പുറപ്പെട്ടപ്പോഴാണ് സ്വയംഭൂവമണു പറഞ്ഞു, ഓരോ ആൾ ചെയ്ത തെറ്റിന് വേണ്ടി എല്ലാവരെയും ശിക്ഷിക്കാതെ. നമ്മളൊക്കെ അങ്ങനെയാണ്, ഓരോ ആൾ തെറ്റിച്ചാൽ എല്ലാവരെയും ശിക്ഷിക്കും. നമ്മുടെ വീട്ടിൽ എറുമ്പ് വരിയായിട്ട് പോയിക്കൊണ്ടിരിക്കും. അതിൽ ഒരു എറുമ്പ് എന്ത് ചെയ്യും? ദുഷ്ടനായ എറുമ്പ് ഗൃഹനാഥൻ്റെ വീട്ടിൻ്റെ കാലുകളിൽ കടിക്കും. ഗൃഹനാഥൻ നോക്കും, എന്താ എറുമ്പ് കടിക്കുന്നത്, എവിടെ നോക്കും. പിന്നെ എറുമ്പ് പൊടി മേടിച്ച് കടിക്കാതെ എല്ലാവരും ഇവിടെ തലയിലിടും. കടിച്ച എറുമ്പ് ഓടി രക്ഷപ്പെടും. അതുപോലെ ഓരോ ആൾ ചെയ്ത തെറ്റിന് വേണ്ടി നന്നു ഏകസ്യ അപരാധേന പ്രസംഗാത് ബഹവോഹതാഹ ഭ്രാതൃവധാംഗതപ്തേന ത്രയാംഗ ഭ്രാതൃവത്സല നായം മാർഗോഹി സാധൂന ഋഷികേശാനുവർത്തിന യഥാത്മാനം പരാഗൃഹ്യ പശുവത് ഭൂതവേശസം. ഓരോ ആൾ ചെയ്ത തെറ്റിന് വേണ്ടി എല്ലാവരെയും ശിക്ഷിക്കരുത് പറഞ്ഞപ്പോൾ ശരി പറഞ്ഞ് യുദ്ധം നിർത്തിയപ്പോൾ യക്ഷരാജാവായ കുബേരൻ പ്രത്യക്ഷപ്പെട്ടു. എന്ത് വരം വേണം ചോദിക്കുന്നു. കുബേരൻ നേരിട്ട് വന്ന് ചോദിച്ചിട്ടും വരമൊന്നും മേടിച്ചിട്ടില്ല. ഇപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ ആഗ്രഹമില്ല. കുബേരനെ കണ്ടാൽ കൊള്ളാം. അതിനുവേണ്ടി കുബേര മന്ത്രം ജപിക്കുന്നു, കുബേര യന്ത്രം വീട്ടിൽ വാങ്ങി വയ്ക്കുന്നു. കുബേര യന്ത്രം വാങ്ങി വയ്ക്കുന്ന ആൾക്ക് പൈസ കിട്ടുന്നുവോ സംശയം, എന്നാൽ എഴുതുന്ന ആൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കുബേര ഒരു വീട്ടിൽ ചിലപ്പോൾ ഒരു നമ്പറായിട്ട് ഒരു കളം വരച്ചിരുന്നു. ഇത് എന്താണ് കളം ചോദിച്ചു. ഇത് കുബേര കളമാണ്. കളം പോലും കുബേര കളം വരയ്ക്കുന്നു. ഈ കുബേരൻ സ്വപ്നത്തിൽ പോലും വരാറില്ല. എന്താ കാരണം? കുബേരൻ്റെ കറിയാം വന്നാൽ ചോദിക്കും, 2 ചാക്ക് പണം വേണ്ടി ചോദിക്കും. പക്ഷേ ഇവിടെ കുബേരൻ സ്വപ്നത്തിലില്ല, നേരിട്ട് വന്ന് ചോദിച്ചു എന്താണ് വേണം. ഹരൗസ രാജരാജേന വരായ ചോദിതോ ധ്രുവോ മഹാഭാഗവതോ മഹാമതിഃ ഹരൗസവ്രേ അചലിതാം സ്മൃതിം യയാ തരത്യയജ്ഞേന ദുരത്യയം തമഃ. രാജരാജൻ എന്നാണ് പേര്. അതുകൊണ്ട് തന്നെ ദീപാരാധന ചെയ്യുന്ന സമയത്ത് കുബേരമന്ത്രമാണ് എല്ലാവരും പറയുള്ളൂ. രാജാധിരാജായ പ്രസക്യ സാഹിനേ നമോ വയം വൈ ശ്രവണായ കുർമഹേ സമേ കാമാൻ കാമകാമായ മഹ്യം കാമേശ്വരോ വൈ ശ്രവണോ ദദാതു കുബേരായ വൈ ശ്രവണായ മഹാരാജായ നമഃ. സ രാജരാജേന വരായ ചോദിതഃ. രാജരാജനായ കുബേരൻ നേരിട്ട് വന്ന് ചോദിച്ചിട്ടും ഭഗവാന്റെ പാദത്തിൽ മാറാത്ത ഭക്തി തരണേന്ന് പ്രാർത്ഥിച്ചപ്പോൾ കുബേരൻ അത്ഭുതപ്പെട്ടു. താം ദത്വാ തറാം പറഞ്ഞ് അനുഗ്രഹിച്ചു. കാരണം കുബേരൻ നല്ല ഭക്തനാണ്. ഇപ്പോഴും ബദരികാശ്രമത്തിൽ നരനാരായണനെ ഭക്തി ചെയ്തുകൊണ്ടിരിക്കുന്നു, മഹാദേവനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുബേരൻ ചോദിച്ചു, നിന്റെ ഗുരുനാഥൻ ആരാണ് ചോദിച്ചു. എൻ്റെ ഗുരുനാഥൻ നാരദനാണ്. അപ്പോൾ കുബേരൻ വിചാരിച്ചു, നാരദനെ ഈ ധ്രുവനെ നല്ല കുട്ടിയായിട്ട് വളർത്തിട്ടുണ്ടല്ലോ, ഇതുപോലെ എനിക്ക് 2 കുർത്തം കിട്ട കുട്ടികളുണ്ട്, നളകൂപരൻ മണിഗിരികൾ, അവരെയും ഒന്ന് നേരാക്കി തരണേന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഇവിടെ ഭാഗത്തിൽ പറഞ്ഞിട്ടില്ല, എന്നാലും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നാരദൻ
നളഗോപുരൻ മണിഗ്രഹന്മാർക്കും ശാപം കൊടുക്കുന്നു. വൃന്ദാവനത്തിൽ ഭഗവാന്റെ വീട്ടുമുറ്റത്തിൽ മറമായി ജനിച്ചോളൂ, ഭഗവാന്റെ ലീലകളൊക്കെ കണ്ട് നിങ്ങളും ഭക്തന്മാരായി ജനിച്ചോളൂ. അങ്ങനെ നാരദന്റെ ശാപം ലബ്ധഭക്തി ഭവിഷ്യത, ഭക്തി വരട്ടെ, അങ്ങനെ ശാപം കൊടുക്കുന്നു. നാരദനെ പോലെ ആൾക്കാർ ശാപം കൊടുത്താൽ അങ്ങനെ കൊടുക്കുന്നു, ഭക്തി ഉണ്ടാവട്ടെ. അങ്ങനെ ധ്രുവചരിത്രത്തോട് ഇവിടെ ധ്രുവൻ കുറച്ചു കാലം രാജ്യഭരണം നടത്തിയ ശേഷം പുത്രൻ്റെ കയ്യിൽ രാജ്യം ഏൽപ്പിച്ച് ബദരികാശ്രമത്തിൽ ചെന്ന് തപസ് ചെയ്തു. ഭഗവാൻ പാഠകന്മാരെ പറഞ്ഞു വിട്ടു വിമാനത്തോട്. പാഠകന്മാർ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻ വിമാനം പറഞ്ഞയച്ചിട്ടുണ്ട്. വിമാനത്തിൽ കയറണമെങ്കിൽ ഒരു സ്റ്റൂള് വേണം. സ്റ്റൂള് ഉണ്ടോ നോക്കുമ്പോഴാണ് യമൻ തല കുണിച്ച് നിൽക്കുന്നു. യമൻ്റെ ശിരസിൽ കാല് വച്ച് മൃത്യോർ മൂർത്തി പദം ദത്വ ആരുരോഹ അദ്ഭുതം ഗൃഹം. ആ വിമാനത്തിൽ കയറി ചെല്ലുന്ന സമയത്താണ് ധ്രുവൻ ചോദിച്ചു, എൻ്റെ അമ്മ എവിടെ? കാരണം ഇത്ര വലിയ സ്ഥാനം കിട്ടണമെങ്കിൽ അമ്മയുടെ കാരുണ്യമാണ്. അമ്മ എവിടെ ചോദിച്ചപ്പോൾ പുറോ യാനേന ഗച്ഛതി, മുമ്പത്തെ വിമാനത്തിൽ ധ്രുവൻ്റെ അമ്മ പോകുന്നത് കാണിച്ചു കൊടുത്തപ്പോൾ സന്തോഷമായി ധ്രുവന്. അങ്ങനെ ധ്രുവൻ ഇപ്പോഴും ധ്രുവ നക്ഷത്രമായി പ്രകാശിക്കുന്നു. ഏറ്റവും ഉയർന്ന സ്ഥലത്തിലിരിക്കുന്ന നക്ഷത്രമാണ് ധ്രുവ നക്ഷത്രം. ഇപ്പോൾ കുട്ടികളൊക്കെ അമ്മമാർക്ക് എന്താ ആഗ്രഹം? തൻ്റെ കുട്ടികൾ വലിയ സ്റ്റാറായിട്ട് മാറണം. എവിടെയാണ് സ്റ്റാറായിട്ട് മാറേണ്ടത്? ഭൗതിക ജീവിതത്തിലില്ല, ഭക്തിയിൽ വലിയ സ്റ്റാറായി മാറണം. ഇപ്പോഴും ഭക്തി സ്റ്റാറായിട്ട് തിളങ്ങുന്നു ധ്രുവൻ. ഈ ധ്രുവചരിത്രം കേൾക്കുന്നവർക്കും നല്ല ധ്രുവൻ്റെ സ്ഥാനവും പിന്നെ നരച്ച് ഭാസ്വതി ഇവിടെ പറയുന്നുണ്ട്, ധന്യം യശസ്യം ആയുഷ്യം പുണ്യം സ്വസ്ഥീനം മഹത് എന്നൊക്കെ പല ഫലശ്രുതികളും പറഞ്ഞുകൊണ്ടാണ് ധ്രുവചരിത്രം സമർപ്പിക്കുന്നു. അതുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞവർ ധ്രുവനക്ഷത്രം കാണണം എന്ന് പറയാറുണ്ട്. ഇതാ കാരണം ധ്രുവനെ പോലെ നല്ല കുട്ടി ഉണ്ടാവണം. പിന്നെ ധ്രുവൻ അന്ത്യസമയത്തിന് അമ്മയെ ഓർത്തതുപോലെ വിവാഹം കഴിച്ച ശേഷം പിന്നെ എല്ലാവരും അമ്മയെ മറക്കും, ഭാര്യയെ ഓർത്ത് കിടക്കും. അങ്ങനെ ആവത് അവസാനം വരെ അമ്മയെ മറക്കരുത് എന്നുകൂടി കാണിച്ചുകൊണ്ടാണ് ഈ ധ്രുവചരിത്രം സമർപ്പിക്കുന്നു. ഈ ധ്രുവചരിത്രം നാരദൻ പ്രചേസകളുടെ സത്രയാഗത്തിൽ വെച്ച് പാടി കേൾപ്പിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് വിതുരൻ ചോദിക്കുന്നു, കേതേ പ്രചേതസോ നാമ കസ്യാപത്യാനി സൂരത കസ്യാൻവായേ പ്രഖ്യാത പുത്രവാ സത്രമാസത